മുള്ളങ്കി ഒരൊറ്റയൊന്ന് വലിയ മുള്ളങ്കി മുറിച്ച് വെച്ചതാണിത്. ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് അത് സ്ഥലങ്ങളുള്ള അവരുടെ വീട്ടിലുള്ള ഒരു വിഭവം തന്നെയാണ്. അത് നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇരുമ്പം പുളി എന്നും പറയും, ചിലിമ്പിക്കാന്നും പറയും. അപ്പോൾ ഇത് ഇവിടെ കുറച്ചൊരു 8 ചിലിമ്പിക്കയോളം ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ മുള്ളങ്കി മുറിച്ച സംഭവം കൂടി ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പാൻ വയ്ക്കാവേ. അതിലേക്കൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 3 മുളക് മുറിച്ച് വെച്ചത് നമുക്ക് അതിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് നമുക്കതിലോട്ട് മുള്ളങ്കി മുറിച്ചത് ഇടാം. അതിനാവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കും. ഒന്ന് വാടിയിട്ടുണ്ട്, പകുതി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുറിച്ച് വെച്ച് ഈ ചിലമ്പിക്കാം. ഒരു 10 അടുത്തുണ്ട്, അതിട്ട് കൊടുക്കും. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റി രണ്ടും കൂടി ഒന്ന് മിക്സാക്കും. ചിലമ്പിക്കേൻ്റെ ഉള്ളിൽ വെള്ളമുള്ള ഒരു സാധനമാണ്. പുളിയും വെള്ളവും കൂടി ചേർന്നതാണ്. നമ്മളെ തോട്ടങ്ങളുള്ളവരുടെ അടുത്തും അല്ലെങ്കിൽ ചിലർ വീടിൻ്റെ അടുത്തൊക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇത് ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും, ഒരുപാട് വീണ് പോകും ചെയ്യും. അപ്പോൾ ആരും കളയണ്ട, വീണ് പോകുന്ന പൊയ്ക്കോട്ടെ. അല്ലാത്ത നമുക്കിതിന് നമ്മൾ മീൻ വെക്കുമ്പോൾ ഇടാം. ഇതേപോലെ പച്ചക്കറി വെക്കുമ്പോൾ അതിലേക്ക് 2-3 എണ്ണമായിട്ട് അതിനാവശ്യമായിട്ടുള്ള പുളി കിട്ടും. പിന്നെ അച്ചാറിടാം. പിന്നെ ഇത് ഉണക്കി മുറിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ, ഓട്ടയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് അടിയിലൊരു ബെൻസിൽ വെച്ചിട്ട് അതിലേക്ക് പുളിവെള്ളം പോലെ ഇങ്ങോട്ട് വെള്ളം കിട്ടും. അത് നമുക്ക് മാറ്റി വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ഉണക്കിയെടുത്താൽ ഒരു 2 ദിവസത്തെ ഉണക്ക് കഴിയുമ്പോൾ ചീനച്ചട്ടിയിലിട്ടിട്ട് അച്ചാർ പോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരുമാതിരി വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കും. വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും മൂടി വയ്ക്കാം. ആ സമയത്ത് ഈ ജാറിലോട്ട് ഞാൻ ചെറിയൊരു കോപ്പ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ളു ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നീട് ചെറിയ ഉള്ളി മുറിച്ചതാണിത്, അതും കുറച്ച് നമുക്ക് ഈ അരവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഒരു നുള്ളു ജീരകമുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചതുമുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഇത് അരച്ചിട്ട് വരാം. ഇത് തുറന്ന് നോക്കാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കറി റെഡിയായിരിക്കുന്നുണ്ട്. നമുക്കതിലോട്ട് അരച്ച് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം.
റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇറക്കി വെച്ചിട്ട് വറവിടാം. എണ്ണ ഒഴിക്കാം. ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുറിച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കാം. വറവ് കറിയിലാക്കും. കറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉഗ്രൻ. ഇതുപോലെ തന്നെ നിങ്ങളും കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. ഇനി അടുത്തൊരു അടിപൊളി വിഭവമായിട്ട് വരാം.